ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. പിന്നെ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഈ ജാസിയും ഈ പുന്നാര മക്കളെല്ലാം കൂടെ ആണെങ്കിൽ വേറൊരു സാരി ചുറ്റിയേക്കുന്ന ഒരാളുടെ കല്യാണത്തിന് അയാളാണ് പോയിട്ടുള്ളത്. അപ്പൊ പുരുഷനെ തന്നെ കല്യാണം കഴിക്കുന്ന ഒരു യാഗത്തിന് പോയേക്കുന്ന ഒരു കൂട്ടം പുരുഷന്മാര്, സാരി ചുറ്റിയേക്കുന്ന പുരുഷന്മാര്. ഓക്കെ, അന്നേരം ഈ ജാസി എന്ന് പറയുന്ന ഇവനെ ആ പുരുഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ആണാണോ പെണ്ണാണോ, ഇതൊന്നും അല്ല, ഈ കമ്മ്യൂണിറ്റിയിലും പെടുന്നതല്ല, അങ്ങനത്തെ ഒരു സാധനം. ഏതൊരു കാട്ടുകഴിവേറിയാണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു പൊന്നുമോനാണ് ഇവൻ. അതോ അവൻ പറഞ്ഞത് അതിന്റെ ശരി. അടുത്ത് മീഡിയാസ് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം കേട്ടോ. നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. എന്തോന്നടേ ഈ മണിനാഥം ഈ സിലിക്കോൺ പുതിയ സാധനം വെച്ച് തുന്നി തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ചിരട്ട, ഇത് മറച്ചു വെക്കാനെ കൊണ്ട് 2 ലക്ഷം രൂപയാ. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എന്നിട്ട് ഇവൻ ഇതിന് പോകുന്നതിന് മുന്നേറ്റേക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. എന്നാണ് കല്യാണം. അതെ, ഒരുപാട് പേര് കാത്തിരുന്ന ആ കല്യാണം എന്നാണ് നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ. സ്വന്തം നടാശമോന്റെ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത് കേട്ടോ. അപ്പൊ കുറച്ച് സുന്ദരായിട്ട് തന്നെ പോണ്ടേ. അപ്പൊ ഈ ബ്യൂട്ടിഫുൾ സാരി എനിക്ക് തന്നുള്ളത് നിന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? വിമയ ബൈ രമ്യ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. നല്ല കിഡിലൻ സാരി ഉണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ചോദിച്ചാ പിന്നെ ഈ ഇടയ്ക്ക് എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജാസി ബ്ലൗസ് ഒക്കെ എവിടെ സ്റ്റിച്ച് ചെയ്യാറ്. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുറിപ്പ്. ഓപ്പരം പഠിച്ചൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ചുമരുമോ പറ്റിച്ചാൽ. ഇവൻ ഈ പറഞ്ഞേക്കുന്ന ഈ സാരി എടുത്തേക്കുന്ന ഈ ഒരു ഇൻസ്റ്റാ പേജ് ഉണ്ടല്ലോ, ആ പേജിൽ അവരിട്ടേക്കുന്ന ഒരു വീഡിയോ ഞാൻ അങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. ഉറക്കം വരുന്നു. ടെമ്പിൾ ബോർഡർ ആണ് വരുന്നത്. സാരി നിങ്ങൾ കണ്ടല്ലോ, ജാസി ഇട്ട പോലത്തെ സാരി അല്ലേ. അപ്പൊ ഇതിനകത്ത് കമന്റ് ബോക്സ് തന്നെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇതിന്റെ പ്രൈസ് പ്ലീസും ചോദിക്കുമ്പോൾ 1500+ ഷിപ്പിംഗ് പോട്ടൊരു 2000 കൂട്ടം. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഇപ്പം പിന്നെ 2 0 കൂടെ ഇട്ടിട്ടാണെങ്കിൽ അത് 2 ലക്ഷം ആക്കിയവ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പോയി. ഹെലൻ ചേച്ചി കഴിഞ്ഞൊരു വീഡിയോക്കകത്ത് കൊണ്ടിട്ട് ഒരു കമന്റ് ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ വായിച്ചിരുന്നു. വായിലിടാനും ഒന്ന് കള്ളം പറയാനും, അതാണ് അവള് പറഞ്ഞത്, എനിക്ക് ഓർമ്മയുണ്ട്. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. എവിടെ മോനെ? അപ്പൊ നാളെ ഓക്കെടാ, അപ്പൊ നാളെ കാണാം. ഓക്കെ.